അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്തസർ 109, അഹ്വാലുൽ മുസ്നദ് 22, പേജ് 155. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി. പറഞ്ഞു വന്നത്, ലൗ മാദിയിൽ ഷർത്തിനാണ് എന്ന് സ്ഥാപിച്ചപ്പോൾ അദമു സുബൂത്തും മുലിയും ലൗ എന്ന അദാത്തിന്റെ രണ്ട് ജുംലയിലും ലാസിമാണ്. സുബൂത്ത് തഅലീഖിനോടും ഇസ്തിഖ്ബാല് മുലിയിനോടും എതിരാകും എന്ന് പറഞ്ഞു. അദമു സുബൂത്ത് എന്ന് പറഞ്ഞാൽ അദമുൽ ഹുസൂൽ ഫിൽ ഖാരിജ്, ഖാരിജിൽ ഷർത്തും ഹാസിലല്ല, ജസാവും ഹാസിലല്ല. ഷർത്ത് ഉണ്ട് എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ ജസാ ഉണ്ടാകും, ഷർത്തില്ല അതുകൊണ്ട് ജസാ ഇല്ല എന്നാണ് പറഞ്ഞു വന്നത്. ലിംതിനാഇ സാനി ലിംതിനാഇൽ അവ്വലി, ഷർത്തില്ലാത്തതിന് വേണ്ടി ജസാ ഇല്ല. ഇതാണ് അഹ്ലുൽ അറബിയ്യത്തിന്റെ ഇസ്തിഅ്മാൽ. അങ്ങനെയാകുമ്പോൾ മാദിയിൽ എന്താണ്? കഴിഞ്ഞ കാലത്തിൽ ഷർത്തില്ല, അതുകൊണ്ട് കഴിഞ്ഞ കാലത്തിൽ ജസാവും ഇല്ല എന്നാണ് ലൗ എന്നതിന്റെ മഅന. അപ്പോൾ ലൗ എന്ന അദാത്തിന്റെ ശേഷം മാദിയായ ഫഇലാണ് ഉപയോഗിക്കുക. എന്നിട്ട് നമ്മൾ പറഞ്ഞല്ലോ എന്ത്? വഇൻ മുളാരിഉൻ തലാഹ സുരിഫ ഇലൽ മുളിയി നഹു ലൗ ഫീ കഫ. മുളാരിയായ ഫീല് ലൗ എന്ന അദാത്തിനോട് അടുത്തു വന്നാൽ സുരിഫ ഇലൽ മുളിയി, മുളിയിലേക്ക് അതിനെ സർഫ് ചെയ്യപ്പെടണം എന്ന് അൽഫിയിൽ ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുളാരിയിലേക്ക് അദല് ചെയ്യപ്പെടുമ്പോൾ തന്നെ മഅന മാദിയായിരിക്കും. പക്ഷേ എന്തിന് മുളാരിയായ ഫീലിനെ പറഞ്ഞു എന്നതാണ്. അത് ചില നുക്തകൾക്ക് വേണ്ടി അതാണ് പറഞ്ഞു വന്നത്. അതിന്റെ ബാക്കിയാണ് പറയുന്നത്. വദുഹൂലുഹ, ആ ലൗ എന്ന അദാത്തിന്റെ പ്രവേശനം അലൽ മുളാരിഇ, മുളാരിയായ ഫീലിൽ ലൗ കടക്കല്, ഫീ നഹ്വി വലൗ തറാ ഇദ് വഖിഫു അലന്നാരി എന്ന ആയത്തിൽ അല്ലാഹുവിന്റെ ഖൗലിൽ മുളാരിയിൽ ലൗ കടന്നതാകുന്നത്. അവിടെ തറ എന്നതിന്റെ മഅന മാദിയുടെ മഅന വെക്കണം, അത് ശരിയാണ്. പക്ഷെ ഇവിടെ എന്തിന് വലൗ തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് മുളാരിനെ ഉപയോഗിച്ചു എന്നതാണ് നമ്മുടെ ചർച്ച. ഇത് അൻആമു സൂറത്ത് 27-ാമത്തെ ആയത്താണ്. അതേ അൻആമിൽ ഇതേപോലെയുള്ള മറ്റൊരു ആയത്തും 30-ാമത്തെ ആയത്ത് വലൗ തറാ ഇദ് വഖിഫു അലാ റബ്ബിഹിം, അൻആമു 30-ാമത്തെ ആയത്താണ്. ഈ രണ്ട് സ്ഥലത്തും വലൗ റഅയ്ത എന്ന് പറയേണ്ടോടത്ത് വലൗ തറ എന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ ചർച്ച. പറയട്ടെ. വദുഹൂലുഹ, ലൗ എന്നതിന്റെ പ്രവേശനം അലൽ മുളാരിഇ, മുളാരിആയ ഫീലിൽ, ഫീ നഹ്വി ഖൗലിഹി തആല, അല്ലാഹുവിന്റെ ഖൗല് പോലത്തതിൽ. എന്താണ്? വലൗ തറാ ഇദ് വഖിഫു അലന്നാരി എന്ന ആയത്തിൽ ലൗ എന്നതിന്റെ ശേഷം മുളാരിയായ ഫീലിനെ അല്ലാഹു ഉപയോഗിച്ചു. അവിടെ മാദിയാണ് ഉപയോഗിക്കേണ്ടത്. വലൗ തറ അൽ ഖിതാബു ലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ, ഖിതാബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. തങ്ങൾ കണ്ടിരുന്നെങ്കിൽ, കാണുകയാണെങ്കിൽ എന്നല്ല, തങ്ങൾ കണ്ടിരുന്നെങ്കിൽ എന്നാണ്. ഒരു ഭയാനകമായ കാഴ്ച കാണുമായിരുന്നു, തങ്ങൾ കണ്ടില്ല. ഔലി കുല്ലി മൻ യതഅത്താ മിൻഹു റുഅയത്തു,
അല്ലെങ്കിൽ ഖിത്താബ് ആരോടാവാം? റുഇയത്ത് ആരിൽ നിന്നെല്ലാം സാധിക്കുമോ അവരോടെല്ലാവരോടും ആവാം ഖിത്താബ്. അപ്പോ ബദലായിട്ട് ഏതെങ്കിലും ഒരു നീ കണ്ടാൽ റുഇയത്ത് ആരിൽ നിന്നെല്ലാം സാധിക്കും അവരോടൊക്കെ ഖിത്താബാവാം. അത് ബദലായിട്ടായിരിക്കും എല്ലാവരെയും ഉൾപ്പെടുത്തുക എന്ന് മാത്രം. കാരണം തറ എന്നുള്ളത് മുഫ്രദ് മുദക്കറിനോടുള്ള ഖിത്താബാണ്. ഇത് ഉഖിഫു അലന്നാരി ഐ ഉറൂഹ, അവരെ നിർത്തപ്പെടുന്ന നേരത്ത് എന്ന് പറഞ്ഞാൽ ഐ ഉറൂഹ, ആ നരകത്തിന് അവർക്ക് കാണിക്കപ്പെടുന്ന നേരത്ത്. എന്തിന് കാണിക്കപ്പെടുന്നു? ഹത്താ യുആയിനൂഹ, ആ നരകത്തിന് അവര് കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി, ഐനുൽ യഖീൻ ഉണ്ടാവാൻ വേണ്ടി. ഇൽമുൽ യഖീനല്ല, ഐനുൽ യഖീൻ എന്നാണ് അർത്ഥം. അവര് നരകത്തിന്റെ മേൽ നിർത്തപ്പെടുന്ന നേരത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉദ്ദേശാർത്ഥം ആ നരകത്തിന് അവര് കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി നരകത്തിന് അവർക്ക് കാണിക്കപ്പെടുന്ന നേരത്ത് തങ്ങൾ കാണുകയാണെങ്കിൽ എന്നാണ്. അല്ലെങ്കിൽ അവിത്തലഉ അലൈഹ, ആ നരകത്തിന് അവര് നോക്കുന്ന സമയത്ത്, ഇത്തിലാഅൻ ഒരു പാളി നോക്കൽ നോക്കുന്ന സമയത്ത് തങ്ങൾ അവരെ കാണുകയാണെങ്കിൽ. എത്തരത്തിൽ ഹിയ തഹിത്തഹും, നരകം അവരുടെ അടിയിലാണ്. അല്ലെങ്കിൽ അർത്ഥം എന്താണ്? ഔ ഉദ്ഖിലൂഹ, അവരെ നരകത്തിൽ പ്രവേശിക്കപ്പെടുന്ന നേരത്ത് അവരെ കാണുകയാണെങ്കിൽ. എന്തിനാണ് അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നത്? ഫയഅരിഫു മിഖ്ദാറ അദാബിഹ, അത് നരകത്തിൽ അവരെ പ്രവേശിപ്പിക്കപ്പെടുന്ന, അവരെ കടത്തപ്പെടുന്ന സമയത്ത് നിങ്ങൾ അവരെ കാണുകയാണെങ്കിൽ. അപ്പോൾ അവർ ഫയഅരിഫു അല്ലെങ്കിൽ ഫഅറഫു, അവർ മനസ്സിലാക്കും മിഖ്ദാറ അദാബിഹ, നരകത്തിലെ അദാബിന്റെ, നരകത്തിന്റെ ശിക്ഷയുടെ അളവ് അവർക്ക് മനസ്സിലാകും. ജവാബു ലൗ, ലൗവിന്റെ ജവാബ് മഹ്ദൂഫാണ്. ഐ ലറഅയ്ത അംറൻ ഫളീആ, ഒരു ഗൗരവമേറിയതായ കാഴ്ച തങ്ങൾ കാണുമായിരുന്നു. പക്ഷേ തങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഗൗരവമായ കാഴ്ചയും കണ്ടിട്ടില്ല. അവരെ തങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ ഫളീഅത്തായ കാഴ്ച തങ്ങൾ കണ്ടിട്ടില്ല എന്നാ. അപ്പോൾ ഇവിടെ ലൗവിന്റെ ശേഷം ലറഅയ്ത എന്ന് പറയേണ്ട സ്ഥലത്ത് തറ എന്ന മുളാരിയിലേക്ക് അദ്ല് ചെയ്തത് എന്തിനാണ്? അതിൽ തൻസീലിഹി അയ്യൽ മുളാരിഇ, ഈ മുളാരിയായ ഫീലിനെ ഇറക്കിയതിന് വേണ്ടിയിട്ടാണ്. മൻസിലത്തൽ മാളി, മാളിയുടെ സ്ഥാനത്ത് ഇറക്കിയതിന് വേണ്ടിയിട്ടാണ് മുളാരിയിലേക്ക് തെറ്റിയത്. ഇവിടെ തറ എന്നതിനെ റഅയ്ത എന്നതിന്റെ സ്ഥാനത്തിറക്കിയ സംഗതി അസ്ല് പ്രകാരം തറ എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പോ തറ എന്ന് പറയണം. അസ്ല് നോക്കിയിൽ തറ എന്ന് പറയുമ്പോൾ അവിടെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ലൗ എന്ന അദാത്തിന്റെ ശേഷം തറ വന്നപ്പോൾ അവിടെ ഈ തറ എന്നതിനെ മാളിയുടെ സ്ഥാനത്ത് ഇറക്കി. അപ്പോൾ അർത്ഥം എന്തായി? ലൗ റഅയ്ത, തങ്ങൾ കണ്ടിരുന്നെങ്കിൽ എന്നായി. അത് എന്തുകൊണ്ടാണ് ഇറക്കാനുള്ള കാരണം? ലി സുദൂരിഹി അയ്യൽ മുളാരിഇ അവിൽ കലാമി, ഈ മുളാരിയായ ഫീല് ഉണ്ടായതിനു വേണ്ടി, അവിൽ കലാമി അല്ലെങ്കിൽ വലൗ തറ യൂഖിഫു അലന്നാരി എന്ന കലാമ്. ഇതാണ് ആയത്തിന്റെ ബാക്കി. വലൗ തറ യൂഖിഫു അലന്നാരി ഫഖാലു യാ ലൈതനാ നുറദ്ദു എന്നാണ്. അന്നാം 27-ാമത്തെ ആയത്താണത്. ഇതേപോലൊരായത്ത് അന്നാം 30-ലും കാണാം. വലൗ തറ യൂഖിഫു അലാ റബ്ബിഹിം.
അപ്പോൾ ഈ മുളാരിയായ ഫീൽ ഉണ്ടായതിനു വേണ്ടി ലിസുദൂരിഹി അയ്യൽ മുളാരിഇ, ഈ മുളാരിയായ ഫീൽ ഉണ്ടായതിനു വേണ്ടി അവിൽ കലാമി അല്ലെങ്കിൽ ഈ ആയത്ത് ഈ കലാമ് ഉണ്ടായതിനു വേണ്ടി അമ്മൻ ഒരാളിൽ നിന്നുണ്ടായതിനു വേണ്ടി. എങ്ങനത്തെ ഒരാള്? ലാ ഖിലാഫ ഫി ഇഖ്ബാരിഹി, ആ ഒരാളുടെ, അതായത് അല്ലാഹുവിന്റെ, സുബ്ഹാന ജല്ല ജലാലുഹു അമ്മ നവാലുഹു, അല്ലാഹ് ആ ഒരാളുടെ ഇഖ്ബാറിൽ വ്യത്യാസമേ ഉണ്ടാവുകയില്ല. അങ്ങനത്തെ ഒരാളിൽ നിന്ന് ഉണ്ടായതിന് വേണ്ടിയിട്ടാണ് മാദിയുടെ സ്ഥാനത്ത് ഇറക്കിയത്. അതായത് വരാൻ പോകുന്ന കാര്യങ്ങൾ മാദിയുടെ സീഗ ഉപയോഗിക്കും. ഉദാഹരണത്തിന് അത്ത അമ്രുല്ലാഹി, അതുപോലെ തന്നെ അൽഫയിലും തൊഹഫയിലും എല്ലാം കാല മുഹമ്മദുൻ ഹുവ ഇബ്നു മാലിക്, അവിടെ കാല യഖൂലു എന്നാ പറയേണ്ടത്. അത് പറയും എന്ന് ഉറപ്പ് ഇബ്നു മാലിക് തങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതുകൊണ്ട് ഇബ്നു മാലിക് തങ്ങൾ കാല എന്ന് പറഞ്ഞു. അവിടെ ഇഖ്ബാറിൽ ഖിലാഫില്ലാത്ത ആളല്ല ഇബ്നു മാലിക് തങ്ങൾ എങ്കിലും ഒരു ഉറപ്പ് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ലഭിച്ചതുകൊണ്ടാണ് ഇബ്നു മാലിക് തങ്ങൾ കാല മുഹമ്മദുൻ ഹുവ ഇബ്നു മാലിക് അഹ്മദു റബ്ബില്ലാഹ ഖൈറ മാലിക് എന്ന് പറഞ്ഞത്. അപ്പൊ ഇഖ്ബാറിൽ ഖിലാഫില്ലാത്ത ആളല്ല ഇബ്നു മാലിക് തങ്ങൾ എങ്കിലും ഒരു ഏകദേശം ഉറപ്പ് കിട്ടിയതുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ അള്ളാഹുവിന്റെ ഇഖ്ബാറിൽ ഖിലാഫില്ലാന്ന് ഉറപ്പാണ്. അള്ളാഹുവിന് ഏതായാലും മുസ്തഖ്ബിലായ കാര്യം മാദിയുടെ സിഗയിൽ ഉപയോഗിക്കാം, ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അപ്പോ ഇഖ്ബാറിൽ ഖിലാഫില്ലാത്ത ഒരാളിൽ നിന്ന് ഉണ്ടായതിനു വേണ്ടി ഈ മുളാരിനെ മാദിയുടെ സ്ഥാനത്ത് ഇറക്കി. സംഗതി വരാൻ പോകുന്നതാണ്, പറയേണ്ടതും ലൗ തറാന്ന് തന്നെയാണ്. പക്ഷെ വരാൻ പോകുന്ന കാര്യം ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഇവിടെ ഈ മുളാരീന് റഅയ്തന്റെ മഅനയാണ് എന്നർത്ഥം. അപ്പോ മാദിയുടെ സ്ഥാനത്ത് ഇറക്കിയതിന് വേണ്ടിയിട്ടാണ് തറ എന്ന് പറഞ്ഞത്. ഇവിടെ രണ്ട് കാര്യം മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, കാണല് വരാൻ പോകുന്നുള്ളൂ, ഇബാറത്തിന്റെ ഇടേണ്ടതും ലൗ തറാന്ന് തന്നെ. പക്ഷെ ലൗവിന്റെ ശേഷം പറഞ്ഞതുകൊണ്ട് മാദിയുടെ സ്ഥാനത്തിറക്കി. എന്താ മാദിയുടെ ലൗവിന്റെ ശേഷം മാദിയാണല്ലോ വരേണ്ടത്. എന്തുകൊണ്ടാ മാദിയുടെ സ്ഥാനത്ത് ഇറക്കാൻ കാരണം? അത് ഇഖ്ബാറിൽ ഖിലാഫില്ലാത്ത ഒരാളിൽ നിന്നും ഉണ്ടായതിനു വേണ്ടി. ഫഹാദിഹിൽ ഹാലത്തു, ഈ സംഭവം, ഇന്നമാ ഹിയ ഫിൽ ഖിയാമത്തി, അത് ഖിയാമത്ത് നാളിൽ മാത്രമാണ് ഉണ്ടാവുക. ലാക്കിന്നഹ, എങ്കിലും ഈ സംഭവം, ഈ റുഇയത്ത്, ഈ കാണല്, ജുഇലത്ത് ബി മൻസിലത്തിൽ മാലിൽ മുതഹഖഖി, ഉറപ്പുള്ള മാലിയുടെ സ്ഥാനത്തിറക്കി. മാലിയായാൽ പിന്നെ ഉറപ്പ് കഴിഞ്ഞതായതുകൊണ്ട് ഉറപ്പിച്ച് പറയാമല്ലോ. മുതഹഖഖായ ഉറപ്പുള്ളതായ മാലിയുടെ സ്ഥാനത്തിറക്കി. ഫസ്തുഅ്മില ഫീഹാ ലൗ, എന്നിട്ട് ലൗവിനെയും ഇതിനെ അവിടെ ഉപയോഗിച്ചു. അപ്പോ തറ എന്ന ഫീലിനെ മാലിയുടെ സ്ഥാനത്ത് ഇറക്കിയിട്ട് ലൗ എന്ന അദാത്തിനെയും ഇത് എന്ന അദാത്തിനെ ഉപയോഗിച്ചു. എങ്ങനത്തെ ലൗ? ഇതും അൽ മുഖ്തസാനി ബിൽ മാലി, മാലി കൊണ്ട് ഖാസായ. അങ്ങനെയാണ്. അപ്പൊ അല്ലാഹു തആല പറയേണ്ടത് എന്താണ്? റഅയ്ത എന്നാണ്. കാരണം വരാൻ പോകുന്ന കാര്യം വരും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് റഅയ്ത എന്ന് അല്ലാഹുവിന് പറയാം. അത് പറയാതെ തറ എന്ന് പറഞ്ഞത് എന്താണ്? അത് തറ എന്ന് പറഞ്ഞത് വരാൻ പോകുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ. പിന്നെന്തിനാ മാലിയുടെ സ്ഥാനത്തിറക്കിയത്? അത് വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട്. എന്നിട്ട് ഇതിനെയും ലൗവിനെയും ഉപയോഗിച്ചു. അപ്പോൾ ഇവിടെ ലൗ ഇത് എന്ന ഈ രണ്ട് അദാത്തുകളെ ഉപയോഗിക്കാൻ പറ്റിയതായ സ്ഥലമാണ്. ലാക്കിൻ ഉദില അൻ ലഫ്ദിൽ മാലി,
എന്നാ പിന്നെ ആദ്യം തന്നെ മാലി പറഞ്ഞുകൂടെ എന്നാണ്. ലാക്കിൻ ഉദിലാൻ ലഫ്ളിൽ മാലി, മാലിയുടെ ലഫ്ളിൽ നിന്ന് തെറ്റിയത് വലം യഖുൽ അല്ലാഹു പറഞ്ഞില്ല, ലാക്കിന്നെങ്കിലും അദല അല്ലാഹു തെറ്റി, അൻ ലഫ്ളിൽ മാലി മാലിയുടെ ലഫ്ളിൽ നിന്ന് തെറ്റി. വലം യഖുൽ അല്ലാഹു പറഞ്ഞില്ല, ലൗ റഅയ്ത എന്ന് പറഞ്ഞില്ല, ഇശാറത്തൻ ഫസ്തുഅ്മില ഫീഹാ ലൗ ലാകിൻ ഉദില അൻ ലഫ്ളിൽ മാലി വലം യുക്കൽ, അങ്ങനെയും പറയാം. ലാകിൻ ഉദില അൻ ലഫ്ളിൽ മാലി മാലിയുടെ ലഫ്ളിൽ നിന്ന് തെറ്റപ്പെട്ടു, വലം യുക്കൽ പറഞ്ഞില്ല, ലൗ റഅയ്ത എന്ന് പറഞ്ഞില്ല. ഇശാറത്തൻ ഇലാ അൻഹു കലാമു മൻ ലാ ഖിലാഫ ഫീ ഇഖ്ബാരിഹി, ഇഖ്ബാറിൽ ഖിലാഫില്ലാത്ത ഒരുവനിൽ നിന്നുള്ള കലാമാണ് എന്നതിലേക്ക് ഇശാറത്ത് ചെയ്യാൻ വേണ്ടി. വൽ മുസ്തഖ്ബിലു മുസ്തഖ്ബിലായ കാര്യം ഇൻദഹു ആ മൻ ലാ ഖിലാഫ ഫീ ഇഖ്ബാരിഹിന്റെ അടുക്കൽ ബിമൻസിലത്തിൽ മാലി മാലിയുടെ സ്ഥാനത്താണ്, ഫീ തഹഖുഖിൽ ഉഖൂഇ സംഭവിക്കൽ ഉറപ്പുണ്ട് എന്ന വിഷയത്തിൽ. ഫഹാദൽ അംറു ഈ സംഭവം, ഈ കാണൽ എന്ന സംഭവം മുസ്തഖ്ബിലുൻ ഫി തഹഖീഖി യഥാർത്ഥത്തിൽ അത് വരാൻ പോകുന്നേ ഉള്ളൂ. മാലിൻ ബിഹസ്ബി തഅ്വീലി തഅ്വീലിന്റെ അടിസ്ഥാനത്തിൽ അത് മാലിയാണ്, കാരണം മാലിയുടെ സ്ഥാനത്ത് ഇറക്കിയല്ലോ. അതുകൊണ്ട് കഅന്നഹു ഖീല പറയപ്പെട്ടതുപോലെ ഖദിൻഖലാ ഹാദൽ അംറു ഈ കാര്യം കഴിഞ്ഞു പോയിട്ടുണ്ട്, ലാകിന്നക എങ്കിലും തങ്ങൾ മാ റഅയ്തുഹു അതിനെ കണ്ടിട്ടില്ല, വലൗ റഅയ്തുഹു ആ കഴിഞ്ഞു പോയ കാര്യത്തെ കണ്ടിട്ടില്ല, വലൗ റഅയ്തുഹു തങ്ങൾ കണ്ടിരുന്നെങ്കിൽ ലറഅയ്തുഹു അംറൻ ഫളീആ ഭയാനകമായ ഭീകരമായ ഒരു കാര്യം തന്നെ തങ്ങൾ കാണുമായിരുന്നു. അപ്പോൾ ഇവിടെ തറ എന്ന് ഉപയോഗിച്ചത് മുസ്തഖ്ബിലായ മുളാരിയായ ഫീലിൽ ലൗ കടന്നത് ഈ മുളാരിയെ മാലിയുടെ സ്ഥാനത്ത് ഇറക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ലൗ കടക്കാൻ പാടില്ല എന്നാണ് ചുരുക്കം. ഏതുപോലെ കമ്മാ ഉദില അനിൽ മാലി ഇലൽ മുളാരി, മാലിയിൽ നിന്ന് മുളാരിയിലേക്ക് തെറ്റപ്പെട്ടതുപോലെ ഫീ റുബമാ യവദ്ദുല്ലദീന കഫറു എന്ന ആയത്തിൽ അവിടെ യവദ്ദൂന് വദ്ദന്റെ മായനയാണെന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. ലിതൻസീലിഹി ബിമൻസിലത്തൽ മാലി ഈ മുളാരിനെ മാലിയുടെ സ്ഥാനത്ത് ഇറക്കിയതിന് വേണ്ടി. ഇവിടെ അതില് ചെയ്തതുപോലെ അവിടെയും അതില് ചെയ്തു എന്നാ പറയുന്നത്. ഇവിടെ റുബ്ബമായ വദ്ദുല്ലദീന കഫറു അവിടെ മുളാരിയിലേക്ക് തെറ്റി എന്നതുപോലെ എവിടെയും വലൗ തറ എന്നതിലും മുളാരിയിലേക്ക് അതില് ചെയ്തു. ഇവിടെ തെറ്റിയത് എന്തിനാണ്? റുബ്ബമായ വദ്ദുല്ലദീന കഫറു ലിതൻസീലിഹി മൻസിലത്തൽ മാലി മാലിയുടെ സ്ഥാനത്തെറിക്കതിന് വേണ്ടി. എന്താ മാലിയുടെ സ്ഥാനത്തിറക്കിയത്? കാഫിരിങ്ങളായ കൂട്ടര് കൊതിക്കും ആശിക്കും എന്നാണ് യവദ്ദൂന്റെ മാന. അത് അള്ളാഹുവിന്റെ കലാമാണ്. ആശിക്കും എന്ന് പറഞ്ഞാൽ ആശിച്ചിരിക്കുന്നു എന്നാണ് ഇവിടുത്തെ മാന എന്നാണ് പറയുന്നത്. റുബ്ബമായ യവദ്ദുല്ലദീന കഫറു ചില സമയങ്ങളിൽ കാഫിരീങ്ങൾ എന്നാണ് കൊതിച്ചിരിക്കുന്നു എന്നാണ് ഇവിടുത്തെ അർത്ഥം. മാലിയിലേക്ക് തെറ്റി മാലിയുടെ സ്ഥാനത്തിറക്കി ലിസുദൂരിഹി അമ്മല്ലാ ഖിലാഫ ഫി ഇഖ്ബാരിഹി ഇഖ്ബാറിൽ ഖിലാഫില്ലാത്ത ഒരുത്തനിൽ നിന്ന് ഈ കലാമുണ്ടായതിനു വേണ്ടി. സംഗതി കുഫാറിന്റെ ഈ ആശിക്കൽ അവരുടെ ഈ അവർ മുസ്ലിമീങ്ങളായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് അവർ കൊതിക്കുന്നത്. ആ കൊതി വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ അസലു നോക്കുമ്പോൾ യവദ്ദു എന്ന് തന്നെയാണ് ഇബാറത്തിടേണ്ടത്. പക്ഷെ ഇവിടെ ഈ മാലിയുടെ സ്ഥാനത്ത് ഇറക്കിന വഇന്നമാ കാനൽ അസ്ലു
ഹാഉന ഹുവൽ മാലിയ, ഇവിടെ അസ്ല് മാലിയായി. കാരണം അന്നഹു, തീർച്ചയായിട്ടും കാര്യം, ഖദിൽ തസമ ഇബ്നു സിറാജ് വാബു അലിയും ഫിൽ ഈലാഹി, ഇബ്നു സിറാജ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈലാഹിൽ അബു അലി തങ്ങളും അന്നൽ ഫീലൽ വാക്കിയ ബഅദ റുബ്ബൽ മഖ്ഫൂഫത്തി ബിമാ, മാ കൊണ്ട് കഫ് ചെയ്യപ്പെട്ട റുബ്ബന്റെ ശേഷം വന്നതായ ഫീല്. മാ കൊണ്ട് കഫ് ചെയ്യപ്പെട്ട റുബ്ബ എന്ന് പറഞ്ഞാൽ സായിദിയായ മാ റുബ്ബന്റെ ശേഷം വരുമെന്ന് ഇബ്നു മാലിക് തങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എവിടെ? അപ്പോ അമല് ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞത്? വസീദ ബഅദ റുബ്ബ വൽ കാഫി ഫകഫ് വഖദ് യലീഹി മാ വജറും ലം യുകഫ്. റുബ്ബന്റെ ശേഷവും കാഫിന്റെ ശേഷവും മാ എന്ന അദാത്തിനെ സായിദിയാക്കപ്പെട്ടു. ഫകഫ, അത് അമലിനെ തടയുന്നതാണ് ഈ മാ. വഖദ് യലീഹി മാ, ചിലപ്പോൾ മാ അത് രണ്ടിനോട് അടുക്കും, പക്ഷെ വജറും ലം യുകഫ്, ജറിനെ തടയപ്പെടുന്നതല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോ മാ കൊണ്ട് കഫ് ചെയ്യപ്പെട്ട റുബ്ബ, ഈ റുബ്ബന്റെ ശേഷം വരുന്ന ഫീല് യജിബു, നിർബന്ധമാണ്, അയ്യക്കൂന മാലിയൻ, അത് മാലിയാവൽ നിർബന്ധമാണെന്നാണ് ഇവർ രണ്ടാളും പറഞ്ഞത്. കാരണം അന്നഹാലി തക്ലീലി, ഈ മഖ്ഫൂഫത്തായ റുബ്ബ തക്ലീലിനിക്കാണ് ഫിൽ മാലി, മാലിയിൽ. തക്ലീലിനിക്കെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയത്ത് മാത്രമാണ് ഇവർ ഈ ആശിക്കുന്നത് എന്നർത്ഥം. വളരെ കുറച്ച് സമയത്ത്. മാദിയിൽ തക്ലീലിനിക്കാണ്. കാരണം തക്ലീലിനിക്കാണ്, തക്സീറിനാണ്, തക്ലീലിനാണെന്നൊക്കെ ഉറപ്പിച്ച് പറയണമെങ്കിൽ അത് മാദിയാവണം. വരാൻ പോകുന്ന കാര്യത്തെ സംബന്ധിച്ച് അത് കമ്മിയാണോ അതോ അധികമുണ്ടോ എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് തക്ലീലിനാണ്, തക്സീറിനാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റൂല. അപ്പൊ തക്ലീലിനിക്കാണ് മാദിയിൽ എന്ന് പറഞ്ഞാൽ തക്സീറിനായാലും മാദിയിൽ തന്നെ മാദിയാവൽ നിർബന്ധമാണ്. കാരണം ഇവർ രണ്ടാളുടെ അടുക്കൽ ഇത് ആണെന്നാണ് പറഞ്ഞത്. അല്ലാതെ തക്ലീലിന് ആകുമ്പോൾ മാത്രമേ മാദിയാകുള്ളൂ എന്നല്ല. തക്സീറിനായാലും എന്തു തന്നെയാണ്, മാദിയാണ്. തക്സീറിനാകാന്ന് പറഞ്ഞാൽ വളരെ അധിക സമയത്തും അവർ കൊതിക്കും എന്നാണ് അർത്ഥം വരിക. വളരെ കുറച്ച് സമയത്ത് കൊതിക്കും എന്നാവുമ്പോൾ തക്ലീലിന് ആയി. അപ്പൊ മാദിയിൽ തക്ലീലിന് ആണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈ രണ്ട് ഇമാമിയങ്ങളുടെ അടുക്കൽ, ഇബ്നു സിറാജ് അബു അലിന്റെ അടുക്കൽ തക്ലീലിനാണ്, ചിലരുടെ അടുക്കൽ അത് തക്സീറിനാണ്. അപ്പോഴും എന്താണ്, മാദിയാവണം. ഈ രണ്ടു കൂട്ടർ അല്ലാത്തവരുടെ മദ്ഹബിൽ മാദിയാവൽ നിർബന്ധമില്ല എന്നാണ്. റുബ്ബന്റെ ശേഷം വരുന്ന മാ കൊണ്ട് മഖ്ഫൂഫത്തായ റുബ്ബന്റെ ശേഷം വരുന്ന ഫീല് മാദിയാവൽ നിർബന്ധമില്ല. മുളാരി ആവാം, അത് മുസ്തഖ്ബിലിന്റെ മഅനാക്കുള്ള മുളാരി ആവാം. ആ മദ്ഹബ് പ്രകാരം ഈ റുബ്ബന്റെ ശേഷമുള്ള യവദ്ദൂനെ മാദിയുടെ സ്ഥാനത്ത് ഇറക്കേണ്ട ആവശ്യമില്ല. മാദിയുടെ സ്ഥാനത്ത് ഇറക്കേണ്ടത് എപ്പോഴാണ്? ഇത് തക്ലീലിന് ആകുമ്പോൾ, അല്ലെങ്കിൽ തക്സീറിനാകുമ്പോൾ, അല്ലെങ്കിൽ തഹ്കീക്കിന് ആകുമ്പോൾ. രണ്ട് കൗല് ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ തഹ്കീക്കിനായാലും തക്സീറിനായാലും തക്ലീലിനായാലും മാദിയാവൽ നിർബന്ധമാണ്. പക്ഷേ ഇബ്നു സിറാജും അബു അലിയും അവരുടെ അടുക്കൽ തക്ലീലിനാണ്. തക്ലീലിനാവുമ്പോൾ മാദിയാവണം. ഇനി തക്സീറിനായാലും മാദിയാവണം, തഹ്കീക്കിനായാലും മാദിയാവണം. ഇവിടെ തക്ലീലിനാണെന്ന് പറയാൻ കാരണം മഅന തക്ലീലി ഹാവുന, ഇവിടെയുള്ള തക്ലീലിന്റെ മഅന എന്താണ്? ഇവിടെ തക്ലീല്
ഇവിടെ തക്ലീല് അന്നഹു തീർച്ചയായിട്ടും കാര്യം പിന്നെ കത് യദ്ഹശുഹും അഹ്വാലുൽ ഖിയാമത്തി, ചില സമയത്ത് അവരെ അമ്പരിപ്പിക്കുന്നതാണ് അഹ്വാലുൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിന്റെ ഭയാനകമായ കാര്യങ്ങൾ അവരെ അമ്പരിപ്പിക്കും. യദ്ഹശു ദഹിഷ യദ്ഹശു, അവരെ കത് യദ്ഹശുഹും, ചില സമയത്ത് അവരെ അമ്പരിപ്പിക്കും. അഹ്വാലുൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിലെ ഭയാനകമായ കാര്യങ്ങൾ ചില സമയത്ത് അമ്പരിപ്പിക്കുമ്പോൾ ഫയബ്ഹത്തൂന, അവര് പരിഭ്രമത്തിലാകും. ഫൈൻ ഉജിതത്ത് മിന്നും ഇഫാഖത്തുമ്മ, ഒരു ചെറിയ ബോധം തെളിയൽ അവരിൽ നിന്ന് ഉണ്ടായാൽ തമന്നൗദാലിക്ക, അവർ ഇസ്ലാമാവന്നെ കൊതിക്കും എന്നാണ്. അപ്പോ ആ കൊതിക്കല് വളരെ കുറച്ച് സമയത്താണെന്ന് മനസ്സിലായി. വക്കീല പറയപ്പെട്ടു ഹിയ, ഈ റുബ മുസ്തആറത്തുൻ ലിതക്സീരി, തക്സീറിന് വേണ്ടി ഇസ്തിആറത്ത് ചെയ്യപ്പെട്ടതാണ്. അതായത് തക്ലീലിൽ നിന്ന് തക്സീറിലേക്ക് നഖൽ ചെയ്തതാണ്. ഔലി തഹ്ഖീഖി, അല്ലെങ്കിൽ തഹ്ഖീഖിന് വേണ്ടി ഇസ്തിആറത്ത് ചെയ്യപ്പെട്ടതാണ്. തക്സീറിന് വേണ്ടി ഇസ്തിആറത്ത് ചെയ്യുമ്പോൾ അലാഖത്ത് ലിദ്ദിയത്തായി, തഹ്ഖീഖിന് വേണ്ടി ഇസ്തിആറത്ത് ചെയ്യുമ്പോൾ അലാഖത്ത് എന്തായി? ലാസിമിയത്തുമായി. കാരണം തക്ലീലിന് ലാസിമാണ് തഹ്ഖീഖ്, തക്സീറിനും ലാസിമാണ് തഹ്ഖീഖ്. പക്ഷെ അസ്ല് വദഇ തക്ലീലിന് ആകുന്നു എന്ന അടിസ്ഥാനത്തിലാണ് തക്ലീലിൽ നിന്ന് തഹ്ഖീഖിലേക്ക് നക്കൽ ചെയ്യുമ്പോൾ അവിടുത്തെ അലാഖത്ത് എന്താണ്? തക്ലീലിന് ലാസിമാണ് തഹ്ഖീഖ്. കാരണം തക്ലീല് മാദിയിലാണ്. ഖില്ലത്തുണ്ട് എന്ന് ഉറപ്പിക്കണമെങ്കിൽ മാദിയാവണം. അപ്പോൾ അവിടെ തക്ലീലിനാണെന്ന് ഉറപ്പ് വന്നാൽ തഹ്ഖീഖിനും ആയിന്ന് ഉറപ്പാണല്ലോ. കാരണം തഹ്ഖീഖ് എന്ന് പറഞ്ഞാൽ എന്താ? ഉറപ്പ് എന്നാ. ഖില്ലത്ത് തീരുമാനിക്കണമെങ്കിൽ മാദിയാവണം. ഇത് കമ്മിയാണ്, അപ്പോൾ ഉറപ്പും കിട്ടി. അതാണ് തഹ്ഖീഖ്. അപ്പോൾ ഖില്ലത്തിനിക്ക് ലാസിമാണ് തഹ്ഖീഖ്, തക്ലീലിക്ക് ലാസിമാണ് തഹ്ഖീഖ്. പിന്നെ ഈ തഹ്ഖീഖിന്റെ മുക്കാബിലയിൽ തക്ലീലിനെ പറയലുണ്ട്. ഇവിടത്തെ തക്ലീൽ തഹ്ഖീഖിന്റെ മുക്കാബിലയിലുള്ള തക്ലീലല്ല. അതായത് ഖദ് എന്ന അദാത്ത് ഹർഫ് മാദിയിൽ കടന്നാൽ തഹ്ഖീഖിനും മുളാരിയിൽ കടന്നാൽ തക്ലീലിനും എന്ന് സാധാരണ പറയാറുണ്ട്. അതെന്താണത്? മാദിയിൽ കടന്നാൽ തഹ്ഖീഖ്, മാദിയിൽ കടന്നാൽ മാദിയാകുമ്പോൾ കഴിഞ്ഞു പോകുമ്പോൾ ഉറപ്പിക്കാം. ഖദ് ഫഅല, തീർച്ചയായിട്ടും അവൻ ചെയ്തു കഴിഞ്ഞു. ഖദ് യഫ്അലു, തീർച്ചയായിട്ടും ചെയ്യും എന്ന് പറയാൻ പറ്റൂലല്ലോ. ചിലപ്പോൾ ചെയ്യും, അപ്പെന്താ? തക്ലീലായി, ഉറപ്പില്ല. ആ തക്ലീലിന്റെ മാന ഉറപ്പില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ മുളാരിയിൽ ചിലപ്പോൾ ഖദ് കടന്നാൽ തഹ്ഖീഖിന് വരാറുണ്ട്. ആ മുളാരിന് മാദിയുടെ മാന വെക്കണം. ഏതുപോലെ? വഹീദുഹു കലിമത്തും വൽ ഖൗലു അം വകിൽമത്തും ബിഹാ കലാമുൻ ഖദ് യുഅം. കിൽമത്ത് അല്ലെങ്കിൽ കലിമത്ത്, ആ കലിമത്തുകൊണ്ട് കലാമിനെ ഖദ് യുഅം, തീർച്ചയായിട്ടും കരുതപ്പെട്ടിരിക്കുന്നു. അല്ലാതെ ചിലപ്പോൾ അങ്ങനെ ആ കരുതൽ ഉറപ്പില്ലായ്മയല്ല. അത് തക്ലീലിനിക്കല്ല, അവിടെ തഹ്ഖീഖിനിക്കാണ്. അതുകൊണ്ട് തന്നെ ഖദ് യുഅം എന്നുള്ളത് മുസ്തഖ്ബിൽ മുളാരി മജ്ഹൂലാണെങ്കിലും മാലി മജ്ഹൂലിന്റെ മഅനയാണ് അവിടെ ഉള്ളത്. തഹ്ഖീഖിനിക്കാകുമ്പോൾ അവിടെ ശറഹിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഖദ്
തക്ലീലിനിക്ക അല്ല തെഹ്കീക്കിനാണ്. തെഹ്കീക്കിനാകുമ്പോൾ ആ കദയു അം എന്ന മുസ്തഖ്ബിൽ മജ്ഹൂലിന്റെ മാന മാദി മജ്ഹൂലിന്റെ മാന വെക്കണം. അപ്പൊ കദു ഉമ്മ എന്ന് വെക്കേണ്ടി വരും. പിന്നെ അപ്പോ തക്സീറിനായാലും തെഹ്കീക്കിനായാലും മാദി തന്നെ ആവണം എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. തക്ലീലിനിക്കായതുകൊണ്ട് മാദിയാവണം എന്നല്ല, അത് അവർ രണ്ടുപേരുടെ അടുക്കൽ തക്ലീലിനിക്കാണ്, അതുകൊണ്ട് മാദിയാവണം. നീ ഈ കീലപ്രകാരവും മാദിയാവണം. കാരണം തക്സീർ അതും തീരുമാനിക്കണമെങ്കിൽ കഴിഞ്ഞു പോവണ്ടേ, മാദിയാവണമല്ലോ. വരാൻ പോകുന്നത് മജ്ഹൂലായതുകൊണ്ട് തക്സീറിനാണോ തക്ലീലിനാണോ തഹ്കീക്കിനിക്ക് ആണോ എന്ന് പറയാൻ തീരുമാനിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തഹ്കീക്കിനായാലും തക്സീറിനായാലും തക്ലീലിനായാലും മാദിയാവണം. ഇനി മറ്റു ഒരു മദ്ഹബ് എന്താണ്? മാ കൊണ്ട് കഫ് ചെയ്യപ്പെട്ട റുബിന് ശേഷം മുളാരിയായ ഫീല് വരാം എന്ന് മറ്റൊരു മദ്ഹബുണ്ട്. ആ മദ്ഹബ് അനുസരിച്ച് ഇവിടെ മാദിയുടെ സ്ഥാനത്ത് ഇറക്കിയിട്ടും ഇല്ല. മഫ്ഊല് യവദ്ദു മഹ്ദൂഫൻ, യവദ്ദുന്റെ മഫ്ഊല് മഹ്ദൂഫാണ്. ഏത് യവദ്ദു? റുബ്ബമാ യവദ്ദുല്ലദീന കഫറു അല്ലേ യവദ്ദുന്റെ മഫ്ഊല്. ലിദലാലത്തി ലൗ കാനൂ മുസ്ലിമീന അലൈഹി, ലൗ കാനൂ മുസ്ലിമീന എന്നത് ആ മഫ്ഊലിന്റെ മേൽ അറിയിച്ചതിന് വേണ്ടി. വലൗലി തമന്നി, ലൗ കാനൂ മുസ്ലിമീന എന്നതിൽ ലൗ തമന്നിക്കുള്ളതാണ്. അവർ മുസ്ലിം ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അവർ പറയുന്നവരായ നിലയിൽ നാ. അങ്ങനെ ഹിക്കായത്തല്ലി വദാദത്തിഹിം, അവരുടെ ആശയെ ഹിക്കായത്ത് ചെയ്യലിന്റെ മേൽ എടുത്തതായിട്ട്. അപ്പോൾ എങ്ങനെ? വളരെ കുറച്ച് സമയത്ത്, അല്ലെങ്കിൽ അധിക സമയത്തും, അല്ലെങ്കിൽ തീർച്ചയായും. വളരെ കുറച്ച് സമയത്ത് എന്ന് പറയുമ്പോൾ തക്ലീലിനായി, അധിക സമയത്തും എന്ന് പറയുമ്പോൾ തക്സീറിനായി, തീർച്ചയായും എന്ന് അർത്ഥം വെക്കുമ്പോൾ തഹ്കീക്കിനായി. അപ്പോൾ വളരെ കുറച്ച് സമയത്ത്, അല്ലെങ്കിൽ അധിക സമയത്തും, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ ആശിച്ചിരിക്കുന്നു എന്ന് മാദിയുടെ മാനയാണ്. അവര് തന്നെ ലൗ കാനൂ മുസ്ലിമീൻ, അതായത് ലകുന്നാ മുസ്ലിമീൻ എന്ന് അവർ തന്നെ പറയുന്നവരായിട്ട്, ഞങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്നവരായിട്ട്. അപ്പോൾ ലൗ കാനൂ മുസ്ലിമീൻ യവദ്ദുന്റെ മഫൂലാവൂല. കാരണം തമന്നിയെ ഉണ്ടാവുകയില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ മഫൂല് യവദ്ദു മഹദൂഫുൻ, യവദ്ദുന മഫൂല് മഹദൂഫാണ്. ലിദലാലത്തി ലൗ കാനൂ മുസ്ലിമീന അലൈഹി, ലൗ കാനൂ മുസ്ലിമീന അലൈഹി, ലൗ കാനൂ മുസ്ലിമീന അറിയിച്ചതിന് വേണ്ടി അലയ്യ മഫൂലിന്റെ മേൽ. ഈ ലൗ കാനൂ മുസ്ലിമീന മഫൂലാക്കാൻ പറ്റൂല. കാരണം എന്താണ്? ലൗ തമന്നിക്കാവുമ്പോൾ യവദ്ദു എന്ന് പറഞ്ഞാൽ കൊതിക്കാന്നാണ്. കൊതിയെ കൊതിക്കാന്നുള്ളത് ഉണ്ടാവൂലല്ലോ, അതുകൊണ്ട്. തമന്നിക്കാവുമ്പോൾ എങ്ങനെ അർത്ഥം? ഹിക്കായത്തല്ലി വദാദത്തിഹിം, അവരുടെ ആ ആശയെ ഹിക്കായത്ത് ചെയ്യലിന്റെ മേൽ എടുത്തിട്ട്. അപ്പോൾ വളരെ അധിക സമയത്തും, അല്ലെങ്കിൽ കുറച്ച് സമയത്ത്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ കൊതിക്കും. അവർ തന്നെ പറയുന്നവരായ നിലയിൽ ലൗ കാനൂ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ ലകുന്നാ മുസ്ലിമീൻ. അവർ കൊതിക്കുമ്പോൾ ലകുന്നാ മുസ്ലിമീൻ എന്നാണ് പറയാതെ ഹിക്കായത്ത് ചെയ്യുമ്പോൾ ലൗ കാനൂ മുസ്ലിമീൻ എന്ന് പറഞ്ഞു എന്ന് മാത്രം. അവർ മുസ്ലിമീങ്ങളായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്നവരായിട്ട് കൊതിച്ചിരുന്നു. അമ്മ അല റഈമൻ, അപ്പോൾ ചിലരുടെ അഭിപ്രായ പ്രകാരം ജഅല അവരാക്കി ലൗ ലി തമന്നി, ഈ തമന്നിക്കാണെന്ന് നമ്മൾ പറഞ്ഞ ലൗ ഉണ്ടല്ലോ, ആ ലൗവിനവരാക്കി ഹർഫൻ മസ്ദരിയത്തൻ, മസ്ദരിയായ ഹർഫാക്കി. അങ്ങനത്തവര് അവരുടെ അടുക്കൽ അമ്മ അല റഈമൻ, അപ്പൊ ചിലരുടെ അഭിപ്രായ പ്രകാരം അങ്ങനെയാണ്. അമ്മ അല റഈമൻ, ചിലരുടെ അഭിപ്രായ പ്രകാരം. എങ്ങനത്തെ ചിലര്? ജഅല ചിലരാക്കി ലൗ 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 എന്ന അദാത്തിനെ, ലൗ കാനൂ മുസ്ലിമീൻ എന്നതിലുള്ള ലൗ എന്നതിനെ ലി തമന്നി,
തമന്നിക്കാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഹർഫൻ മസ്തരിയത്തൻ മസ്തരിയായ ഹർഫാക്കിയവര് അങ്ങനത്തവരുടെ അഭിപ്രായമനുസരിച്ച് ഫമഫൂല് യവദ്ദു യവദ്ദൂന്റെ മഫൂല് ഹുവ ആ മഫൂല് ഖൗലുഹു അല്ലാഹുവിന്റെ ഖൗലാണ് ലൗ കാനൂ മുസ്ലിമീൻ എന്ന ഖൗലാണ്. കാരണം അപ്പോൾ ലൗ തമന്നിയല്ല. അപ്പൊ എന്താവും അർത്ഥം? അവര് കൊതിക്കും. എന്തിനെ കൊതിക്കും? അവര് മുസ്ലിം ആവലിനെ കൊതിക്കും എന്നായി. അപ്പൊ ഇനി നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലായി. ലൗ തമന്നിക്ക് വരും, മസ്ത്രിയ അറഫായിട്ട് വരും. അത് രണ്ടിനും വരുമ്പോൾ നമ്മള് ഷർത്തിയായ ലൗവിന് പറഞ്ഞ ഷർത്തുകളൊന്നും ഇത് ഈ തമന്നിന്റെ ലൗവിനും അതുപോലെ തന്നെ മസ്ത്രിയായ ലൗവിനും ബാധകമല്ല. മസ്തരിയായ ലൗവിന് മൗസൂല ഹർഫിയായ മൗസൂലയിൽ ഉൾപ്പെടുത്തി അൽഫയുടെ തുടക്കത്തിൽ മൗസൂലത്തിന്റെ ബാബിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പോൾ അതിനാണ് റുബമ ഇത് ഒലൗത്തറായി തൂക്കിഫു മാലിയുടെ സ്ഥാനത്തിറക്കി. അല്ലെങ്കിൽ അവിലിസ്തിഹിലാരി സൂറത്തി സൂറത്തിനെ ഹാളിറാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് ഇവിടുത്തെ അത്തുഫുൻ അലാ ഖൗലിഹി ലിതൻസീലിഹി എന്ന കൗലിന്റെ മേൽ അത്തുഫ. അപ്പൊ എന്താവും അർത്ഥം? ദുഖൂലുഹ ആ ലൗ കടക്കലാകുന്നത് അലൽ മുലാരിഇ മുലാരിയിൽ കടക്കലാകുന്നത് ഫീ നഹി വലൗ തറായിദു ഉഖിഫു അലന്നാരി എന്ന ആയത്തിൽ കടന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലിസ്തിഹിലാരി സൂറത്തി സൂറത്തിനെ ഇങ്ങോട്ട് ഹാളിറാക്കാൻ വേണ്ടിയിട്ടാണ്. സൂറത്തിനെ ഹാളിറാക്കണമെങ്കിൽ എന്ത് വേണം? ഇപ്പോൾ ഹാളിറാക്കുക. അത് കഴിഞ്ഞു പോയ കാര്യത്തിനാണ് ഇപ്പോൾ ഹാളിറാക്കല്. അപ്പൊ അവിടെ മാലിയുടെ മാന തന്നെയാവണം. അപ്പോൾ അവിടെ ലൗവിന്റെ ശേഷം മാലിയാണ് വരേണ്ടത്. പിന്നെ എന്തിനു മുലാരി ഉപയോഗിച്ചു? അത് കഴിഞ്ഞു പോയ കാര്യത്തിന് ഹിക്കായത്ത് ചെയ്യാൻ വേണ്ടി കേട്ടോ. അപ്പൊ മാലിയുടെ സ്ഥാനത്ത് ഇറക്കണ്ട അവിടെ. പിന്നെന്ത് ചെയ്താൽ മതി? ലൗവിന്റെ ശേഷം മാലിയാണ് വരേണ്ടത്. ആ മാലിയെ പിന്നെ മാലി വരണ്ടോടുത്ത് മുലാരിന് ഉപയോഗിച്ചത് എന്തിനാണ്? അത് സൂറത്തിനെ ഹാളിറാക്കാൻ വേണ്ടിയിട്ടാണ്. അത്ഫുൻ അലാ ഖൗലിഹി ലിതൻസീലിഹി. അപ്പോൾ അതിനെ ഇറക്കിയതിനു വേണ്ടി, മാലിയുടെ സ്ഥാനത്ത് ഇറക്കിയതിനു വേണ്ടി, ഏതിനെ തറ എന്നതിനെ, അല്ലെങ്കിൽ സൂറത്തിനെ ഹാളിറാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ലൗവിന് ശേഷം മാലിയാണ് വരേണ്ടത്. എന്തുകൊണ്ട് മുലാരി പറഞ്ഞു? അത് മുലാരി എന്താണ്? ഹാലിന് വരും. ഹാലിന് വരുമ്പോൾ എന്താ? ഈ സൂറത്തിന് ഇങ്ങനെ ഹാളിറാക്കുക. നീ കണ്ടും കൊണ്ടിരിക്കുകയാണെങ്കിൽ, നീ ആ കഴിഞ്ഞു പോയ കാര്യത്തിന് ഇപ്പോൾ കണ്ടും കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ കാണുകയാണെങ്കിൽ എന്ന അർത്ഥം ലഭിക്കാൻ വേണ്ടിയിട്ട്. സംഗതി വരാൻ പോകുന്നതാണെങ്കിലും സംഗതി വരാൻ പോകുന്നതാണെങ്കിലും വരും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് മാലിയുടെ സ്ഥാനത്താണ്. എന്നിട്ട് മുലാരി പറഞ്ഞു സൂറത്തിനെ ഹാളിറാക്കാൻ വേണ്ടി. ഇനി അന്നല്ലുദൂലൈലൽ മുലാരിയിലേക്ക് തെറ്റിയത് ഫീ നഹി ഒലൗത്തറ പോലത്തൈല് ഇമ്മാലിമാതുക്കിറ ഒന്നിരിക്കൽ പറയപ്പെട്ടൊന്നിനു വേണ്ടി, വ ഇമ്മാലിസ്തിഹിലാരി സൂറത്ത് റുയത്തിൽ കാഫിരീന കാഫിരീങ്ങളെ കാണുന്ന സൂറത്തിനെ ഇങ്ങോട്ട് ഹാളിറാക്കുക. അൽ മൗഖൂഫീന അലന്നാരി നരകത്തിന്റെ അടുക്കൽ നിർത്തപ്പെട്ടതായ കാഫിരീങ്ങളെ കാണുന്ന സൂറത്തിനെ ഹാളിറാക്കാൻ വേണ്ടി. അപ്പൊ മാലി പറയേണ്ടോടത്ത് മുലാരി പറഞ്ഞു. സംഗതി അവിടെയും മാലിന്റെ സ്ഥാനത്ത് ഇറക്കണം. അപ്പൊ ഇവിടുത്തെ തെർക്കീബ് അനുസരിച്ചപ്പോ മാലിയുടെ സ്ഥാനത്ത് ഇറക്കിയതിന് വേണ്ടി അല്ലെങ്കിൽ സൂറത്തിനെ ഹാളിറാക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ മാലിയുടെ സ്ഥാനത്ത് ഇറക്കേണ്ടതില്ല എന്നാണ് മനസ്സിലാവുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാണ്? വരാൻ പോകുന്ന കാര്യമാണല്ലോ. പക്ഷേ വരാൻ പോകുന്ന കാര്യമാണെങ്കിലും ഇത് ഇഹ്ബാർ ഖിലാഫില്ലാത്ത ഒരാളിൽ നിന്ന് ഉണ്ടായതുകൊണ്ട് ഇവിടെ മാലി ഇവിടെ സീഗ പറയേണ്ടോടത്ത് എന്ത് പറഞ്ഞു? മുലാരി പറഞ്ഞു. ഇറക്കാതെ തന്നെ ഇവിടെ മാലിയാണ് ഉപയോഗിക്കേണ്ടത്. കാരണം ലൗവിന്റെ ശേഷം വരാൻ പോകുന്ന കാര്യമാണെങ്കിലും വരും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് മാലി ഉപയോഗിക്കാം.
കാരണം ലൗവിന്റെ ശേഷമാണെങ്കിൽ ഏതായാലും മാദി ഉപയോഗിക്കണം. എന്നിട്ട് മുലാരിയിലേക്ക് തട്ടിയതെന്തിനാണ്? അത് കഴിഞ്ഞുപോയ കാര്യത്തിന് ഹിക്കായത്ത് ചെയ്യാൻ വേണ്ടിയെന്ന. കാരണം അന്നൽ മുലാരിഅ, ഇവിടെ മുലാരിയിലേക്ക് തെറ്റിയത് മുലാരി മിമ്മ യദുല്ലു അലൽ ഹാലിൽ ഹാദിരി, ഹാദിറായ നടപ്പിലുള്ള ഒരു സംഗതിയുടെ മേൽ അറിയിക്കും മുലാരി. അതായത് മുലാരി ഹാലിലേക്ക് വരും. മിമ്മ യദുല്ലു അലൽ ഹാലി എന്ന് പറഞ്ഞ സമാനിയായ ഹാലല്ല, അത് കാര്യം എന്ന അർത്ഥാണ്. മിമ്മ മുലാരി മിമ്മ ഒന്നിൽപ്പെട്ടാണ്, യദുല്ല ഒന്നറിയിക്കും, അലൽ ഹാലി ഒരു കാര്യത്തിന്റെ മേൽ അറിയിക്കും. എങ്ങനത്തെ കാര്യം? അൽ ഹാദിർ ഹാദിറായ, അത് ഹാല്. അൽ ഹാദിരി എന്ന് പറഞ്ഞാൽ അത് സമാനിയായ ഹാലിന്റെ മാന. അലൽ ഹാലി എന്ന് പറഞ്ഞ ഒരു കാര്യം എന്നർത്ഥം. അല്ലതി എങ്ങനത്തെ ഹാദിറായ ഹാല് മിൻ ഷൈനിഹി, ആ ഹാദിറായ ഹാലിന്റെ ഷൈനിൽപ്പെട്ടതാണ് യുഷാഹദാനെ കാണപ്പെടല്. ഫക്കാന്നുഹു, അപ്പൊ കാര്യം ആയതുപോലെ യസ്തഹിലുറു, അല്ലാഹു തആല എങ്ങനെ ഹാദിറാക്കും പോലെ ബി ലഫ്ദിൽ മുലാരി, മുലാരിന്റെ ലഫ്ദ് കൊണ്ട് തിൽക സൂറത്ത, അല്ലേ ആ സൂറത്തിനെ, ലി യുഷാഹിദഹ സാമിഊന, സാമിഈങ്ങള് കേൾക്കുന്നവര്, ഈ മുലാരിനെ കേൾക്കുന്നവര് ആ സൂറത്തിനെ ഇങ്ങനെ കാണാൻ വേണ്ടി. വലാ യഫഅലു ദാലിക, ഇങ്ങനെ ചെയ്യുകയില്ല. എങ്ങനെ? കഴിഞ്ഞുപോയ സംഗതിയെ ഇപ്പോൾ നടക്കുന്നതായിട്ട് പ്രകടിപ്പിക്കുകയില്ല. ഇല്ലാ ഫി അംരിൻ, ഒരു കാര്യത്തിലല്ലാതെ. എങ്ങനത്തെ കാര്യമാണ്? യുഹ്തമ്മു ബിഹി, ആ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തപ്പെടും, അങ്ങനത്തെ കാര്യത്തിലല്ലാതെ. ബി മുശാഹദത്തിഹി, അതിനെ കാണലുകൊണ്ട് ശ്രദ്ധ ചെലുത്തപ്പെടും, അങ്ങനത്തെ കാര്യത്തിലല്ലാതെ. അത് എന്തുകൊണ്ട്? ലി ഹൊറാബത്തിന്, അത് ഒറ്റപ്പെട്ടതായതിനു വേണ്ടി. ഔ ഫലാഅത്തിൻ, അല്ലെങ്കിൽ അതൊരു ഭീകര സംഭവമായതിനു വേണ്ടി. ഔ നഹ്വിദാലിക, അല്ലെങ്കിൽ അതുപോലത്തിന് വേണ്ടി. കമാ ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ ഫതുസീറു സഹാബൻ, ആ ബിലഫ്ലിൽ മുലാരി, മുലാരി ആയ മുലാരിന്റെ ലഫ്ലോണ്ട് തുസീറു എന്ന് പറഞ്ഞു. ബഅദ ഖൗലിഹി തആല, അല്ലാഹുവിന്റെ ഖൗലിന്റെ ശേഷം അല്ലാഹുല്ലദീ അർസല റിയാഹ, കാറ്റിനെ അയച്ചു. എന്നിട്ട് പിന്നെ എന്താ പറയേണ്ടത് അവിടെ? ഫഅസാറത്ത് എന്ന് പറയേണ്ടോടത്ത് തുസീറു എന്ന് പറഞ്ഞു. ആ കാറ്റിങ്ങനെ ഇളക്കി പുറപ്പെടുവിക്കുന്നതായ നിലയിൽ എന്ന്. അത് ഹാദിറായ ഹാലിനെ, കഴിഞ്ഞുപോയ കാര്യത്തിന് ഇപ്പോൾ നടക്കുന്നതായിട്ട് പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ തുസീറു എന്ന് പറഞ്ഞത്. ബഅദ ഖൗലിഹി തആല, അതാ കമാ ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ ഫതുസീറു സഹാബൻ എന്ന് പറഞ്ഞല്ലോ. തുസീറു, അസാറ യുസീറു, തുസീറു ബിലഫ്ലിൽ മുലാരി, മുലാരിന്റെ ലഫ്ദ് കൊണ്ട് മേഘത്തെ കാറ്റ് ഇളക്കി പുറപ്പെടുവിക്കുന്നു എന്നാണ് അർത്ഥം. ബഅദ ഖൗലിഹി തആല, അല്ലാഹുവിന്റെ ഖൗലിന്റെ ശേഷം അല്ലാഹുല്ലദീ അർസല റിയാഹ, കാറ്റിനെ അയച്ചിരിക്കുന്നു. ആ കാറ്റ് മേഘത്തിനെ അതായി ഇളക്കി പുറപ്പെടുവിച്ചും കൊണ്ടേ ഇരിക്കുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശം. അതുകൊണ്ടാണ് തുസീറു പറഞ്ഞത്. ഇസ്തിഹ്ലാറൻ ലി തിൽക സൂറത്തിൽ ബദീഅത്തി, ആ അത്ഭുതകരമായ സൂറത്തിനെ ഹാദിറാക്കാൻ വേണ്ടിയിട്ട്. എങ്ങനത്തെ സൂറത്ത്? അദ്ദാലത്തി അലൽ ഖുദ്റത്തിൽ വാഹിറത്തി, അല്ലാഹുവിന്റെ എല്ലാ മികച്ചതായ ഖുദ്റത്തിന് മേൽ അറിയിക്കുന്ന ആ അത്ഭുതകരമായ സൂറത്തിനെ ഹാദിറാക്കാൻ വേണ്ടി. യഅനി സൂറത്ത ഇസാറത്തി സഹാബി, മേഘത്തിനെ ഇളക്കി പുറപ്പെടുവിക്കുന്ന സൂറത്തിനെയാണ് ഉദ്ദേശം. ആ ബദീഅത്തായ സൂറത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെ? മുസഖറം ബൈന സമായി വല്ലർ, ആകാശഭൂമിന്റെ ഇടയിൽ കീഴ്പ്പെടുത്തപ്പെട്ടതായ നിലയിൽ. അലൽ കൈഫിയത്തിൽ മഖ്സൂസത്തി, ഒരു പ്രത്യേക രീതിയിലും. വൽ ഇൻകിലാബാത്തിൽ മുത്തഫാവത്തത്തി, ഏറ്റ വ്യത്യാസമായ രീതിയിലും. ഇങ്ങനെ ഒരു അത്ഭുതകരമായ രീതിയിൽ ആ കാറ്റ് മേഘത്തെ അതായി ഇളക്കി പുറപ്പെടുവിച്ചും കൊണ്ടേ ഇരിക്കുന്നു. അവിടെ ഫഅസാറത്ത് എന്ന് പറയുന്നോടത്ത് തുസീറു എന്ന് മുലാരിയിലേക്ക് തെറ്റിയത് അതെന്തിനാണ്? അത് കഴിഞ്ഞുപോയ കാര്യത്തിന് ഹിക്കായത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ മുലാരി എന്താണ്? ഹാദിറായ ഹാലിന്റെ മേൽ അറിയിക്കുന്നതിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് മുലാരിയിലേക്ക് ഇവിടെ തെറ്റിയത്. അതേപോലെ
എവിടെയും റുബ്ബമായ വദ്ദുല്ലദീന കഫറു എന്നതിൽ തെറ്റി ആ റുഇയത്തിനെ ഹാദിറാക്കാൻ വേണ്ടി എന്ന് ചുരുക്കം. ഇൻഷാ അല്ലാഹ്.